ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി അശ്വിൻ്റെയും ശ്രുതിയുടെയും ബെഡ്റൂമിൽ ഇനി ശ്യാം ഒളിക്യാമറ വെക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ആദ്യ രാത്രി നടക്കുകയാണ്. അശ്വിൻ ശ്രുതിയെ സ്വീകരിക്കുകയാണ്. പ്രതികാരം ചെയ്യാനായിട്ടാണെങ്കിലും അശ്വിൻ ശ്രുതിയെ വിവാഹം കഴിച്ചെങ്കിലും കൂടി പിന്നീട് അങ്ങ് ഓരോ ദിവസവും നീളും തോറും അശ്വിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ശ്രുതിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ പീഡനങ്ങൾക്കെല്ലാം ശ്രുതിയുടെ സ്നേഹത്തിന് മുന്നിൽ അശ്വിൻ അടിയറവ് വെക്കണം കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് എല്ലാത്തിനും സഹായമായി നിൽക്കുന്നത് NK ആണ്. ഈ ശ്യാമിൻ്റെ മുഖം മൂടി തൻ്റെ ഈ പറയുന്ന അശ്വിന് മുന്നിൽ വെളിപ്പെടുത്തണമല്ല, അതിന് കൂട്ടായി നിൽക്കുന്നത് ഈ NK തന്നെയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആ വീട്ടിൽ വധുവായി ചെല്ലാണ്. പ്രതികാരം ചെയ്യാനാണിത് ചെയ്യുന്നത്. തൻ്റെ പെങ്ങൾ ഗർഭിണിയാണെന്നുള്ള സത്യം തിരിച്ചറിയാണ്. അതായത് അഞ്ജലി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അശ്വിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ആ സന്തോഷം ശരിക്കും ഒന്ന് മനസ്സറിഞ്ഞ് പങ്കുവെക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി താൻ പ്രണയിച്ചത് ഈ പറയുന്ന ശ്രുതിയാണ്. ആ പ്രണയത്തിനൊടുവിൽ തനിക്ക് കിട്ടിയതെന്താ? അശ്വിൻ്റെ മുന്നിൽ വെച്ചിട്ട് ശ്യാം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗമാണല്ലോ. ആ രംഗം കണ്ടത് പിന്നെയാണല്ലോ തൻ്റെ ചേച്ചിയുടെ ജീവിതം ഒരിക്കലും തൻ്റെ അമ്മയുടെ ജീവിതം പോലെ ആവരുത്. ഒരു കയറിൽ തൂങ്ങുകയോ മരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ഇതിൽ തൻ്റെ അമ്മയുടെ ഭർത്താവിനെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. പിന്നീട് തൻ്റെ അമ്മ മരിച്ച ആ ഒരു രംഗമൊക്കെ തൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോഴാണ് അശ്വിൻ ശ്രുതിയെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. കാരണം തൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അശ്വിൻ ശ്രുതിയെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഈ സമയം അശ്വിന് കല്യാണം കഴിക്കുകയും ചെയ്തു. പിന്നീട് അശ്വിൻ ഓരോ ദിവസം ചെല്ലുമ്പോഴും മുന്നോട്ട് ഇങ്ങനെ പോവാണ്. എന്നാൽ ശ്യാമിനാണെങ്കിലോ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അശ്വിൻ ഇങ്ങനെ പതിയെ പതിയെ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഒരു മാർഗമേ ഉള്ളൂ, അഞ്ജലിയുടെ കുഞ്ഞിനെ കളയുക, അതാണ് എൻ്റെ മാർഗം എന്ന് കരുതി തന്നെ അഞ്ജലിയുടെ കുഞ്ഞിനെ കളയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ കളയുന്നത് കറക്റ്റായിട്ട് ശ്രുതി വീഡിയോയിൽ പകർത്തുകയാണ്. ആ ഒരു വീഡിയോയിൽ പകർത്തുകയും പിന്നീട് ഒരു നാടകമായി എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുകയൊക്കെ ശ്രുതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് എപ്പിസോഡുകൾ കൂടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു നാടകമായി ഇത് ശ്രുതി കാണിച്ചു കൊടുക്കുമ്പോൾ അഞ്ജലിക്ക് വ്യക്തമാവാണ് ഇത് തൻ്റെ ജീവിതമാണെന്ന്. അങ്ങനെ ഈ സമയം ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അശ്വിന്. അങ്ങനെ അശ്വിനോട് കാര്യങ്ങൾ ഒരു ദിവസം ശ്രുതി പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കളഞ്ഞത് ഈ ശ്യാമാണ്. എന്നെ വിശ്വസിക്കണം, ഒരിക്കലും ഞാൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല. അന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കണ്ടത് ഇതാണ്. ശ്യാം എന്നെ കയറി പിടിക്കുന്നത്, എന്നെ നിശ്ചയം ചെയ്തതും ഈ ശ്യാമാണ്. പക്ഷേ അയാൾ ഈ പറയുന്ന അഞ്ജലിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് മനഃപൂർവ്വം ഇതിൽ നിന്നും ഓടിയതും അയാളുടെ മുഖത്തോട്ട് മോതിരം ഇട്ട് കൊടുത്തതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും കൂടെ നിൽക്കണം കേട്ടോ. അങ്ങനെ അശ്വിന് മുന്നിൽ ഒരുപാട് തെളിവോട് കൂടിയിട്ട് ശ്രുതി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അശ്വിന് കുറ്റബോധം കൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഞാൻ എൻ്റെ ചേച്ചിയെ എൻ്റെ അമ്മയെ അവൾ കാട്ടിയതുപോലെ, അതായത് ആ സ്ത്രീ കാട്ടിയതുപോലെ ഇനി നീയും അതുപോലെ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ വന്നവളാണെന്ന് കരുതി നിന്നെ ഒരുപാട് എനിക്ക് തെറ്റുകൾ പറ്റി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയണേ. പിന്നീട് അശ്വിൻ എന്ത് ചെയ്യുന്നു, മുത്തശ്ശിയോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രതികാരത്തിലൂടെയാണ്. ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. അതായത് ഒരിക്കലും ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല മുത്തശ്ശി. എനിക്കിവളെ ഇഷ്ടമാണ്, പക്ഷേ ഇവളെ മറ്റൊരുത്തൻ സ്വന്തമാക്കാൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ താലി കെട്ടിയതെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. തനിക്ക് കാണാനുള്ള തൻ്റെ ഉള്ളിലുള്ള ആ വികാരം പുറത്തോട്ട് വരണേട്ടാ. അങ്ങനെ ഇതിങ്ങനെ ശ്രുതിയുടെ ദേഹത്ത് ഇങ്ങനെ തൊട്ടിട്ട് ശ്രുതിയുടെ സാരിയുടെ പിന്നങ്ങ് അഴിക്കുകയാണ്. അതോടുകൂടി ഇനി അടുത്ത നിമിഷങ്ങൾ എനിക്ക് കാണാൻ കഴിയുമെന്ന ആ ആഗ്രഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ ശ്യാം ഇങ്ങനെ അല്ല ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു തിരിച്ചടി വരുന്നത് കേട്ടോ. അതായത് പെട്ടെന്ന് കാണാം അവിടെ പെട്ടെന്നൊരു ഫ്ലവർ എടുത്തിട്ട് അശ്വിൻ ഇങ്ങനെ എറിയുന്നുണ്ട് കേട്ടോ. അത് എറിയുന്നതിനോട് കൂടിയിട്ട് ആ ഒരു ഫ്ലവർ അങ്ങ് എറിയുന്നതിനോട് കൂടിയിട്ട് ആ
ചെടികൾക്കിടയിൽ വെച്ചിരിക്കുന്ന ആ ക്യാമറയുടെ ആ മുകളിലോട്ട് ഈ അശ്വിൻ എറിഞ്ഞ ഈ പൂവുണ്ടല്ലോ അതവിടെ ചെന്ന് വീഴുമ്പോൾ അതോടുകൂടി ഈ ക്യാമറ ഇരുട്ടാവാണ് കേട്ടോ. ഇതേ സമയം ഷ്യാമിന് ദേഷ്യം പിടിക്കണം, ഇയാൾ എന്ത് പണിയാണ് ചെയ്തത്, എനിക്ക് കാണാനുള്ള അവളുടെ ആ ശരീരം കാണാനുള്ള ആ ഒരു ഇതിലിരിക്കുമ്പോൾ ഇയാൾ കാണിച്ച പണി എന്താന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് എടുത്ത് എറിയുകയും കുപ്പിയെടുത്ത് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അഞ്ജലി താഴെ നിന്ന് എന്താ ശബ്ദം എന്നറിയാതെ അഞ്ജലി കയറി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വാരി പുലർന്നും കൊണ്ട് അശ്വിൻ ഇങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഇതവിടെ കാണുന്നത്. അങ്ങനെ പിന്നീട് അശ്വിൻ ശ്രുതിയോട് പറയാണ് വാ നമുക്ക് പോവാമെന്ന് പറയണേ. ഇത് കേട്ട ഉടൻ തന്നെ വാ നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് പേടിയാവാണ്, ഇയാളുടെ സ്വഭാവം മാറി വരുന്നുണ്ടല്ലോ, പഴയ കടലമുട്ടായി ആയോ ഇയാൾ എന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ അശ്വിൻ പറയാണ് നീ പേടിക്കണം മോളെ, നീ ഇങ്ങോട്ടേക്ക് പോന്നേക്ക്. അപ്പോഴേക്കും എനിക്കവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും, എനിക്ക് പുറത്ത് നിൽക്കുന്നത് ആ വഴി ഷ്യാം വരരുതെന്ന് കരുതി എനിക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ റൂം എടുക്കുമോ, നിൻ്റെ റൂം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ഷ്യാം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി എനിക്ക് ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം എനിക്ക് പിന്നീട് വെറുതെ വിടില്ല, എനിക്കെന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ആ റൂമിലോട്ട് കയറാണ്. പക്ഷേ എനിക്കയുടെ റൂം അശ്വിനും ശ്രുതിക്കും വേണ്ടി കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതേ സമയം നേരം വെളുത്ത് നീച്ചുടൻ തന്നെ ഇവിടെ അഞ്ജലി വരികയാണ്. കാരണം ശ്രുതിയെ എണീറ്റ് വരുന്നത് കാണുന്നില്ല. ഒത്തിരി നേരം വൈകിയിട്ടും എൻ്റെ അശ്വിൻ ശ്രുതിയെ വിടുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് തൻ്റെ അനിയൻ്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് കതകിൽ തട്ടാണ്, ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാ വാതിൽ തുറക്കെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ തുറക്കുന്നത് കാണാം ഇങ്ങനെ എനിക്കായിരിക്കട്ടെ, അതായത് ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് എനിക്ക് ഇങ്ങനെ പെണ്ണിനെ പോലെ നാണത്തോടു കൂടി ഇതെന്താ ശ്രുതി നിൻ്റെ ഇപ്പോഴും കുട്ടിക്കളി മാറിയില്ല, എപ്പോഴും നിൻ്റെ കോമാളിത്തരം മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങ് തന്നേക്ക് ചായ എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഷ്യാം ഒളിഞ്ഞു നിന്ന് നോക്കാണ്, ഇവരുടെ ആദ്യ രാത്രി കഴിഞ്ഞാണാവോ, ഇവർ ഒരുമിച്ചാണാവോ, എൻ്റെ പെണ്ണ് അവന് കീഴ്പ്പെട്ടാണാവോ എന്നൊക്കെ പേടിയോടുകൂടി ഷ്യാം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ റൂമിൽ എനിക്ക് ആയിരിക്കൂട്ടോ. അങ്ങനെ ഇങ്ങനെ തലയിൽ നിന്ന് തട്ടെടുക്കുമ്പോൾ എനിക്ക് കാണുന്ന ഷ്യാം ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം കുളിയൊക്കെ കഴിഞ്ഞ് ഈറമുടിയിൽ വരുന്ന ഇപ്പുറത്തെ എൻകെയുടെ റൂമിൽ നിന്നും അശ്വിനും ഈ പറയുന്ന ശ്രുതിയും എൻ്റെ ചേച്ചി ഞാൻ ഈ റൂമിലാണ് ഇന്നലെ കിടന്നത്, അതെന്താ ആ റൂമിൽ കിടന്നത്, അവിടെ ഒരു പാറ്റയെ കണ്ടാൽ പിന്നെ ശ്രുതി കിടക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൂമിലോട്ട് കിടത്തി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കിടന്നു എന്ന് പറയണേട്ടോ. ഇതേ സമയം ഇവർക്കിടയിൽ എന്താണിത് സംഭവിച്ചത് എന്നറിയാതെ ഷ്യാം ഇങ്ങനെ ഞെട്ടം തിരിയുന്നുണ്ട് കേട്ടോ. താൻ അവളെ ഒന്ന് തൊടാൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്ക് അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ഭാഗ്യമായിരുന്നു എന്നിങ്ങനെ ഒരു സൈക്കോയുടെ പോലെ ഇങ്ങനെ ഷ്യാം ആയി തുടങ്ങുകയാണ്. അങ്ങനെ ഷ്യാം കുറച്ച് കഴിയുമ്പോഴേക്കും ഇനി അഞ്ജലിയുടെ കുഞ്ഞിനെ കളയുന്നുണ്ട്. പിന്നീട് ഉണ്ടാവുന്ന രംഗങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഓരോ എപ്പിസോഡ് ഇതിൻ്റെ ഓരോ കഥകളാണ്, അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഈ ശ്രുതിയും എൻകെയും അശ്വിനും ഒരുമിച്ച് നിന്നാണ് ഈ യഥാർത്ഥ പ്രതി ഇവിടെ ഷ്യാമാണെന്നും തൻ്റെ കുടുംബജീവിതം തകർത്തത് ഷ്യാമാണെന്നുള്ള സത്യം അഞ്ജലിക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അഞ്ജലി ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഷ്യാമിനെ അടിച്ചിറക്കുന്ന ആ രംഗമൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.